നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. റമളാൻ വിട പറയാൻ പോവുകയാണ്. പരിശുദ്ധ റമളാൻ. ആ വിട പറയാൻ പോകുന്ന റമളാനിന്റെ ഒടുക്കത്തെ പത്തിലാണ് ഈ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ്. 3000 രാവും 3000 പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ? ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക, ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ 80 കൊല്ലമുണ്ടാകാൻ പ്രയാസമാണ്. ഇന്ത്യൻ ആവറേജ് ഏജ് 60 വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ്. പക്ഷേ 80 കൊല്ലത്തെ ഇബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ? ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അത് വളരെയേറെ പുണ്യമായ രാവാണ്, പവിത്രമായ രാവാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ്. പക്ഷേ ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? എന്താണ് ഈ ലൈലത്തുൽ ഖദ്ർ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നാം ആ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖദ്റിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്. അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുൽ അമീനേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഇന്ന് രാവിൽ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്തിറങ്ങുമോ? ജിബ്രീലിന്റെ ചിറകടി കൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തഖ്വയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ? അള്ളാഹുവിനെ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ്. ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന്? റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ്. പരിശുദ്ധ റമളാനിന്റെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ്, ഒടുക്കത്തെ 10 നിങ്ങളതിനെ തിരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല. 27 രാവെന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കൗമുണ്ടാക്കിയതാണ്. ചില ഉലമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 27 രാവ് ആകാൻ സാധ്യതയുണ്ടെന്ന്, അത്രേ ഉള്ളൂ. 27 രാവ് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു തെളിവും ദീനില്ല, ഖുർആനിലില്ല, ഹദീസിലില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഷാഫിഈ ഇമാമിന്റെ അഭിപ്രായത്തിൽ 21 രാവോ 23 രാവോ ആണ്. ആലോചിച്ച് നോക്കണം. ആ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബിലാണ് നമ്മൾ. പക്ഷേ വേറെ കുറെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ 27 രാവിന് കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാത്രം. ഇതെന്തിനാ രാത്രി അങ്ങനെ വ്യക്തമാക്കാതെ വെച്ചത്? അത് തന്നെ ഒരു രഹസ്യമാണ്. അത് വ്യക്തമായാൽ അന്ന് മനുഷ്യന്മാരെ ഇബാദത്തെടുത്തിട്ട് അതിന്റെ കൂലി ഒന്നിച്ചു കൊണ്ടുപോകും. വ്യക്തമാകാതിരുന്നാലോ ഏത് രാവും ആ രാവാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ഇബാദത്തിലേക്ക് ഇറങ്ങി വരും ഏത് രാവും. ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു. ഭാര്യ സാധാരണ ഭാര്യയല്ല, ആയിഷ ബീവിയാണ്. സിദ്ദീഖിന്റെ ഓമന മകളായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഭർത്താവ് അല്ലാഹുവിന്റെ റസൂലാണ്. ചന്ദ്രഗോളങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഭർത്താവിന്റെ കൂടെ കിടന്ന ആയിഷ ബീവിയെ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്. ആയിഷ ബീവി ചോദിക്കുന്നു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റസൂലേ? എന്റെ ഭർത്താവേ എന്നല്ല, എന്റെ കൂടെ കിടക്കുന്ന പുതുമാരനെ എന്നല്ല, എന്റെ തവകാന്തനെ എന്നല്ല, എന്റെ ജീവന്റെ സ്വപ്നമേ എന്നല്ല, എന്റെ സാക്ഷാത്കാരമേ എന്നല്ല, എന്റെ കൂടെ നിദ്ര കൊള്ളുന്ന ഭർത്താവേ എന്നല്ല, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ എന്ത് ചെയ്യണം? എനിക്കത് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ പത്നിയെ വിളിച്ചുകൊണ്ട് മുത്തുമണി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ അങ്ങ് ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ.
അല്ലാഹുവേ നീ മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്, നിനക്ക് മാപ്പ് ചെയ്തു കൊടുക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ആയിഷ നീ പ്രാർത്ഥിക്കണമേ എന്റെ ആയിഷ എന്ന് റൂഹുൽ അമീനായ ജിബ്രീലിന്റെ വഹി ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഉപദേശിക്കുകയാണ്. ലൈലത്തുൽ ഖദർ ഭാര്യയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തില്ല, സ്വകാര്യമായിട്ടെങ്കിലും അത് ഇന്ന രാത്രിയാവും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്കത് ഇന്ന രാത്രിയാന്ന് മനസ്സിലായി, ഇന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നു. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വരികയായിരുന്നു. പെട്ടെന്ന് രണ്ടാൾ തമ്മിൽ ശണ്ട കൂടുന്നത് ഞാൻ കണ്ടു. ശണ്ട കൂടുന്നത് കണ്ടപാടെ എന്റെ മനസ്സിൽ നിന്ന് അത് ഇന്ന രാത്രിയാണെന്ന വിജ്ഞാനം അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. മറന്നുപോയി. ഇന്ന രാത്രിയാണെന്ന് ആദ്യം അറിയിച്ചു തന്നു. രണ്ടാളും തമ്മിൽ തിരക്കുകൊണ്ടപ്പോ ആ വിജ്ഞാനം അല്ലാഹുവിനെ കൊണ്ടുപോയി. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിനായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ലൈലത്തുൽ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. തബ്റാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദർ പ്രശാന്തമായ രാത്രിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, രാത്രിക്കൊരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി. ചിന്തിക്കണം, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല. ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം ബുദ്ധിയുള്ളവര്. തബറാനി രേഖപ്പെടുത്തിയ ഹദീസാണ്. വേറെ ഒരു ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ലൈലത്തുൽ ഖദർ റമദാൻ 27-നോ 29-നോ ആണ്. അത് വേറെ ഹദീസിൽ വേറെയും കാണും. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങളതിനെ റമദാൻ അവസാന 10-ലെ 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. 9 ബാക്കിയുള്ളപ്പോൾ, 70 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10 അതിനെ അന്വേഷിക്കണം. വേറെ ഒരു ഹദീസ് വീണ്ടും ബുഖാരി, റമദാൻ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. വേറെ ഹദീസ് അഹ്മദ് ഉദ്ധരിക്കുന്നു റഹിമത്തുള്ളാഹി അലൈഹി, ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ റമദാനിലെ ഒടുവിലെ 10-ൽ, അതായത് 25-നും 27-ലും 29-ലും അന്വേഷിക്കുക. വീണ്ടും അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട്, ലൈലത്തുൽ ഖദർ റമദാനിലെ 27-ാം രാവിലാണ്. പക്ഷെ അത് കേട്ടിട്ട് 27 വിശ്വസിക്കാനും ഉറപ്പിച്ച് പറ്റില്ല. ഇവിടെ വേറെ 21 എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ തന്നെയാണ്. അത് ഈ റസൂൽ തന്നെയാണ് 29-ഉം 23-ഉം ഒക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 21-ാം രാവിനെയും 23-ാം രാവിനെയും പിടിച്ചത്. തിരുമേനിയുടെ സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, തിരുമേനിയുടെ അനുചരന്മാരിൽ കുറെ പേർ ലൈലത്തുൽ ഖദറിനെ റമദാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ 7 ദിവസങ്ങളിൽ ഒത്തുവരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയിൽ അവൻ അതിനെ കാത്തിരിക്കട്ടെ. സഹീഹ് ബുഖാരി. വേറെ ഒന്ന് വീണ്ടും തബ്റാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദർ നിങ്ങൾ തേടിപ്പിടിക്കുക. റമദാനിലെ 21, 23, 25, 27, 29 എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത്. അല്ലാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലം ആശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവന്റെ മുഴുവൻ പാപങ്ങളും മുൻ പാപങ്ങളും പൊറുക്കപ്പെടും. തബ്റാനി. വീണ്ടും സഹീഹ് ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ വിശദീകരിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട 2 പേർ തമ്മിൽ ശണ്ട കൂടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത്. 2 പേർ ശണ്ട കൂടിയപ്പോൾ എന്റെ അറിവ് ഉയർത്തപ്പെട്ടു. അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. നിങ്ങൾ അതിനെ 9-ലും 7-ലും 5-ലും അന്വേഷിക്കുക. സഹീഹ് ബുഖാരി. റമദാനിലെ അവസാന 10-ലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ ഖദറാണ് ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിറങ്ങിയ ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈളാവി റഹിമഹുല്ലാഹ് പറയുന്നു,
മുവത്തയിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അനീസുൽ ജഹ്നിയുടെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, തിരുദൂതരെ, എന്റെ വീട് വളരെ അകലെയാണ്, അതിനാൽ ആ ഖുർആൻ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? മുപ്പരിത്തിരി വളവ് കാണിച്ചതാണ്. സഹാബാക്കളുടെയുള്ള സമർത്ഥന്മാരെ പേരെ കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞെന്നാൽ സ്വകാര്യമായിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ, അതുകൊണ്ട് അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞെന്നാൽ ഒരു ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞു. 10 ഉറുപ്പ്യ ഉണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര്, ആഖിറത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു. അതിനാൽ അവർ അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അപ്പോൾ തിരുമേനി അരുളി, റമദാൻ 23-നാണ് അത് അവതരിച്ചത്. നോക്കണം, 27 ഉറപ്പിച്ചു പറഞ്ഞതായിട്ട് ഹദീസിൽ കാണുന്നു. അതേ അള്ളാന്റെ റസൂലാ പറഞ്ഞത് 23-നാണ് അത് അവതരിച്ചത്. ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റാ ലൈലത്തുൽ ഖദറിന്റെ ഡേറ്റ്. അത് അങ്ങനെ തന്നെ വേണം. എന്തിനാ അങ്ങനെ വെച്ചത്? നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാതെ കൽത്തപ്പം ചുട്ട് തിന്നാനല്ല. എന്തൊക്കെയാണ് ഈ കൗമ ഉണ്ടാക്കി വെച്ചത് ദീനില്? അതിനല്ലേ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നത്. കൽത്തപ്പം ചുട്ടിട്ട് നിങ്ങൾ ലൈലത്തുൽ ഖദറാകാൻ സാധ്യതയുള്ള രാവിലോ പകലിലോ തിന്നണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ആലിം പറഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരുണ്ടാക്കിയെന്നല്ലാതെ. അള്ളാഹും റസൂലും പറഞ്ഞത് വേറെയാണ്. അത് നിസ്കാരം, ഖുർആന്, എഴുത്തിക്കാഫ്, ഇബാദത്തൊക്കെയാണ്. കലത്തപ്പം അത് വലിയ വലിപ്പത്തിൽ ചക്കരി തന്നെ ഉള്ളി ചേർത്തിട്ട് നോമ്പ് വെച്ചാൽ ഇടിയും അല്ലെ കദീനക്കുറ്റി പോലെ കഴുത്ത് വരെ ഉറപ്പിച്ച് അവിടെ നിർത്തുക. ലൈലത്തുൽ ഖദറായല്ലോ, രാവിലെ റെഡിയായിപ്പോയി. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു റസൂലും പറഞ്ഞത് കേട്ടാൽ മതി. നാട്ടിലെ കൗമുണ്ടാക്കി വെച്ച ദുരാചാരങ്ങളിൽ ചെറുപ്പക്കാരകപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞത് ആരും അപ്പം ചുടണ്ടാ തിന്നണ്ടാവുന്നില്ല, അപ്പം ചുട്ടോളി തിന്നോളി, രസമുള്ള അപ്പൊക്കെ തിന്നാം. പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലത്തപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത്രേ എനിക്ക് നിർബന്ധമുള്ളൂ. അതിന്റെ പ്രാധാന്യം ഇബാദത്താണ്, അത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ, ഖദർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഖദർ എന്നും ഈ വാക്ക് ഉപയോഗിക്കപ്പെടും, ഖദർ എന്നും പ്രയോഗിക്കപ്പെടും. ദാലിന് സുക്കൂനായിട്ട് ലൈലത്തുൽ ഖദർ എന്നും ദാലിന് ഫത്ഹായിട്ട് ലൈലത്തുൽ ഖദർ എന്നും, രണ്ടും ശരിയാണ്. ഖദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നർത്ഥമുണ്ട്, നിർണയം എന്നർത്ഥമുണ്ട്, ഇടുക്കം എന്നർത്ഥമുണ്ട്, ബഹുമാനം എന്നർത്ഥമുണ്ട്. ലൈലത്തുൽ ഖദർ കണക്കാക്കുന്ന രാത്രി, എല്ലാം കണക്കാക്കുന്ന രാവ്. ഖുർആൻ തന്നെ പറയുന്നു, സർവ്വ കണക്കുകളുമായിട്ട് റൂഹുൽ അമീനും മലായികത്തും ഇറങ്ങി വരുന്ന ദിവസമാണ് ആ ലൈലത്തുൽ ഖദർ, വരുന്ന രാവാണ് ആ ലൈലത്തുൽ ഖദർ. കണക്കാക്കുന്ന രാവ്. വേറെ ഒരർത്ഥം ബഹുമാനം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ അവരെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ല. അവിടെ ഖദറിനർത്ഥം ബഹുമാനം എന്നാണ്. അതിങ്ങോട്ട് ഫിറ്റാക്കി നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ ഖദറിന് ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ് അർത്ഥം കൊടുക്കുക എന്ന് സഹീഹ് ബുഖാരിയുടെ പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയും. അവരുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അർത്ഥം ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ്, കണക്കാക്കുന്ന രാവ് എന്നല്ല. പക്ഷേ ശാഫിഈ മദ്ഹബിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള സയ്യിദുനാ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, കണക്കാക്കുന്ന രാവ് എന്ന അർത്ഥമാണ് കൂടുതൽ സ്യൂട്ട്. അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള സുന്ദരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നന്മയിലേക്കും ഖൈറിലേക്കും ഉമ്മത്തിനെ നയിക്കാൻ പോന്ന, റഹ്മത്തിലേക്ക് നയിക്കാൻ പോന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇഖ്തിലാഫു ഉലമാഇ ഉമ്മത്തി റഹ്മ, എന്റെ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ല. കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത്, നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ.